കർശനമായിട്ട് നടപടി സ്വീകരിക്കാൻ പറഞ്ഞെടുത്ത് അദ്ദേഹത്തിന് നിർദ്ദേശം ഉണ്ടായിരുന്നു. അത് പ്രകാരം മുന്നോട്ട് പോകുന്നതാണ്. വലിയ വീഴ്ചയല്ലേ സംഭവിച്ചത്? കാരണം സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നുള്ളത് ഇന്നലെ ADGP തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത്രയും വലിയൊരു ആൾക്കൂട്ടം ഉണ്ടാകുമ്പോൾ 50 പോലീസുകാരെയാണ് അവിടെ വിന്യസിക്കേണ്ടത്. നിങ്ങൾക്ക് ഇതിൻ്റെ ED റെയ്ഡ് അവർ സ്വന്തമായിട്ട് ചെയ്തതാണ്. കേന്ദ്ര ബലമായിട്ട് ഞങ്ങൾ അവിടെ നടക്കുമ്പോഴും അതിന് പോലീസ് മനസ്സിലായിട്ടുണ്ട്, ഇങ്ങനെ അറിവുള്ളൂ. അപ്പോൾ പോലീസിന് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആവശ്യമുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിന് റെയ്ഡ് കഴിഞ്ഞ് 8 മണിക്കൂർ ശേഷമാണ് റെയ്ഡ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴാണ് അപ്പോൾ 8 മണിക്കൂർ പിന്നിടുന്നു. അപ്പോഴാണ് റെയ്ഡ് ഈ ആക്രമണം നടക്കുന്നത്. പോലും സ്വാഭാവികമല്ലേ പോലീസ് അതുകൊണ്ട് തന്നെ അല്ലേ അവിടത്തേക്ക് 300ഓളം പോലീസ് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ടോട്ടൽ അവിടത്തേക്ക് പല സ്ഥലങ്ങളായിട്ട്. ഈ പറ്റുള്ള സ്ഥലങ്ങളിൽ 50ഓളം പോലീസ് ഉണ്ടായിരുന്നു. അവരിറങ്ങുമ്പോൾ പോലീസ് മാറി നിൽക്കുന്നുണ്ടായിരുന്നു. ആ വാഹനങ്ങൾ ആക്രമിക്കുമ്പോൾ പോലീസ് 2 സൈഡിലേക്ക് മാറി തീർച്ചയായിട്ടും നോക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഇതിൽ ഈ സംഭവത്തിന് നമ്മൾ നോക്കാം. അതിലേക്ക് ആവശ്യം നടപടി സ്വീകരിക്കുന്നത്. പോലീസ് അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ 8 പ്രതികൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ആളുകൾ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത്. പോലീസ് 8 പേർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ആളുകൾ അടക്കമുള്ളവർ മുട്ടേറിയ സാഹചര്യം ഉണ്ടായി. ദൃശ്യങ്ങളടക്കം ഉണ്ട് താനും. അവരടക്കം ഈ വൈകുന്നേരം പോലീസിന്റെ മുന്നിൽ അവരുണ്ടായിരുന്നു താനും. എന്നിട്ട് എന്തുകൊണ്ട് അവർ അറസ്റ്റ് ചെയ്തു? പോലീസ് 8 പേർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ആളുകൾ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യും. എന്താണ് ഇന്നലെ സംഭവിച്ചെന്നുള്ളത് അന്വേഷണമായിട്ട് പറയാം. തീർച്ചയായിട്ടും നമ്മൾ എല്ലാ വിഷയത്തിലും കൂടെ ഞങ്ങൾ എന്ത് സംഭവങ്ങൾ തന്നെ അത് നമ്മൾ വിശ്ലേഷിക്കും. അതിലുള്ള അനുഭവങ്ങൾ നമ്മൾ കേൾക്കും. മുന്നോട്ട് നമ്മുടെ കൂടുതൽ ഉന്നത ഉദ്യോഗസ്ഥരൊന്നും എത്തിയില്ല. ജൂനിയർ IPS ഉദ്യോഗസ്ഥരെ ഉണ്ടായിരുന്നു. അവരുടെ DCPമാരുടെ ചുമതല അവർ ചെയ്യുന്നതാണ്. അതിലേക്ക് അവരുടെ ചുമതല ആക്ച്വലി ചെയ്യേണ്ടത് ഇതിനകത്തിലേക്ക്. അല്ല, ഇതിന്റെ ഇപ്പോഴത്തെ അന്വേഷണം നന്നായി നടക്കുന്നുണ്ട്. അതിൽ ഉചിതമാക്കും മാത്രമല്ല. അതിന്റെ നമ്മളെ ഡീറ്റെയിൽസ് നമുക്ക് അന്വേഷണ ഭാഗമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. സെക്യൂരിറ്റി ഡിപ്ലോയ്മെന്റ് കുറവില്ല എന്ന് തന്നെയാണോ? ഞങ്ങൾ വി ഹാവ് ഡിപ്ലോയ്ഡ് മോർ ദാൻ 300 persons അവിടത്തേക്ക്. ആ സമയത്ത് ടോട്ടൽ ഇന്നലെ ഈ സംഭവത്തിലെ 300ഓളം പേര് ഡിപ്ലോയ്മെന്റ് അതല്ല, അതായത് പിണറായി വിജയന്റെ വീട്ടിന് മുന്നിൽ, പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിന് മുന്നിൽ എത്ര പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്? അങ്ങനെയല്ല. വി ഹാവ് ഡിപ്ലോയ്ഡ് എനഫ് റിക്വയർമെന്റ് ഓഫ് പോലീസ് ഫോഴ്സ് ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് പോലീസിന് മുന്നിൽ അതിക്രമം നടന്നത്? സംഭവിച്ചിട്ടുണ്ട്. വി ഹാവ് ടേക്കൻ കേസ് ആൻഡ് വി ആർ ഗോയിങ് ടു ഇൻവെസ്റ്റിഗേറ്റ് ഇറ്റ് പ്രോപ്പർലി ആൻഡ് അറസ്റ്റ് ഓൾ ദ പേഴ്സൺസ് ഹു ആർ റെസ്പോൺസിബിൾ. പോലീസിന് നടപടി വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ നടപടി ഉണ്ടാകും. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.